നാരിയത്തു സ്വലാത്ത് ശിർക്കാണെന്ന് പറഞ്ഞു. അതിലെവിടെ ശിർക്കുള്ളത്? അതെന്റെ ചോദ്യം. നമ്മൾ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, തൻഹലു ബിഹിൽ ഉഖദ് വതൻഫജു ബിൽ ഖുറബ് വതുഖ്ലാ ബിൽ ഹവായിജ് വതുനാലു ബിൽ റഖായിബ്. അവിടെയാണ് ശിർക്കുള്ളത്. അവിടെ എന്താണ് ശിർക്കുള്ളത്? തൻഹലു ബിഹിൽ ഉഖദ് വതൻഫജു ബിഹിൽ ഖുറബ് വതുഖ്ലാ ബിൽ ഹവായിജ് എന്ന് പറഞ്ഞു കൊടുത്ത് എന്താണ് ശിർക്കുള്ളത്? ആവശ്യങ്ങൾ തീർക്കുന്ന നബിയല്ല, അള്ളാഹുവാണ്. ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ നബിയല്ല, അള്ളാഹുവാണ്. പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ നബിയല്ല, അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് നബിയിലേക്ക് ചാർത്തി കൊടുക്കുന്നു, അത് ശിർക്കായി മാറുന്നു. ആ നാരിയത്തു സ്വലാത്തിൽ റസൂലാണ് അത് പൂർത്തിയാക്കുന്നതെന്ന് പറയുന്നുണ്ടോ? നിങ്ങളൊന്ന് അർത്ഥം വെച്ചാണ്. പിന്നെന്താണത്? നിങ്ങളർത്ഥം വെക്കും. നബി മുഖേന തൻഹലു ബിഹിൽ ഉഖദ്. നബി മുഖേന. അപ്പൊ ആരെ പൂർത്തിയാക്കണത്? നബി എല്ലാം പറഞ്ഞൂടെ? അത് നമുക്ക് ആരെ പറ്റി നിങ്ങളെ പറ്റി പറഞ്ഞൂടെ? അപ്പൊ ആരെ പറ്റി എല്ലാം പറ്റി പറഞ്ഞൂടെന്നോ? അങ്ങനെയാണ്. ജനങ്ങളെ വിട്ടികളാക്കാൻ പാടില്ല. ജനങ്ങളെ വിട്ടി ആരും നബിയാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ഇപ്പൊ പറഞ്ഞു. അതിന്റെ അർത്ഥങ്ങൾ വെക്കും. നബിയാണ് അത് ചെയ്യുന്നത്. നബി മുഖേന ആവശ്യങ്ങൾ പൂർത്തിയാകും. നാരിയത്ത് സ്വലാത്ത് ജനലക്ഷങ്ങൾ ചെല്ലുന്ന കോടാനക്കോടി മുസ്ലിമീങ്ങൾ ചെല്ലുന്ന സ്വലാത്ത് ശിർക്കാണെന്ന് നിങ്ങളെ നാവുകൊണ്ട് പറഞ്ഞാൽ പറ്റൂല. പിന്നെ നിങ്ങൾ പറഞ്ഞു നബിയാണ് അത് ചെയ്യുന്നത്, നബിയാണ് ആവശ്യം കിട്ടുന്നത്. അതിന്റെ അർത്ഥങ്ങൾ അതന്നെ വെച്ചത്. നിങ്ങൾ കേൾക്കി ജനലക്ഷങ്ങളോ ജനകോടികളോ ചൊല്ലിയിട്ടും കാര്യമില്ല. ഈ ലോകത്തെ എല്ലാ മനുഷ്യന്മാരും ചൊല്ലി വിചാരിക്കുക എന്നാ ശിർക്കല്ലാതെ. അത് ഞാൻ നേരത്തെ പറഞ്ഞത്, ലോകം മുഴുക്കെ ചൊല്ലിയാലും ശിർക്ക് തന്നെ. നിങ്ങൾ കേൾക്കി, ലോകം മുഴുക്കെ ഒഴിവാക്കിയാലും ശിർക്കല്ലാത്ത ശിർക്കാവൂല. അപ്പൊ നേരത്തെ വിശദീകരിച്ചു. ഇവിടെ അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് നബിയിലേക്ക് വെച്ചു കൊടുക്കുന്നു. അതാണ് തൻഹലു ബിഹിൽ ഉഖദ്. നബിയെ കൊണ്ട്, അല്ലെങ്കിൽ നബി മുഖേന കെട്ടുകൾ അഴിയും, പ്രയാസങ്ങൾ ദൂരീകരിക്കപ്പെടും, ആഗ്രഹങ്ങൾ. നിങ്ങൾ കേൾക്കി സുഹൃത്തെ, അത് കേൾക്കി, അത് ഇങ്ങനെയൊക്കെ കേൾക്കുള്ളൂ. നിങ്ങൾ കേട്ടിട്ട് പറഞ്ഞോളി, സമയം തരം കേട്ടോളി. ആ നബി മുഖേന, നബി കാരണമായി നബിയെ കൊണ്ട് കെട്ടിക്കുടുക്കൾ അഴിയും, ആഗ്രഹങ്ങൾ സഫലീകൃതമാകും, ആവശ്യങ്ങൾ പൂർത്തിയാകും എന്ന് തുടങ്ങുന്ന ഈ ആശയങ്ങൾ. നബിയെ കൊണ്ട് കെട്ടിക്കുടുക്ക അഴിയും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നബിയെ കൊണ്ട് കെട്ടിക്കുടുക്ക അഴിയും എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇവിടെ എപ്പോഴാണ് ഇത് ചൊല്ലല്? എപ്പോഴാണ് ചൊല്ലാൻ? നേർച്ചാക്കല് ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, കഷ്ടപ്പാടുണ്ടാകുമ്പോൾ ഇത് ചൊല്ലാൻ തീരുന്ന. അത് എങ്ങനെയപ്പോൾ തീരുന്നത്? നബിയെ കൊണ്ട് തീരും, നബി കാരണമായി തീരും, നബി മുഖേന തീരും എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ തീരുന്നത്? നബിയുടെ ഹക്കജാ ബർക്കത്ത് കൊണ്ടാണോ? നബി അത് പറഞ്ഞാൽ പോലെ. നബിയുടെ ഹക്കജാ ബർക്കത്ത് കൊണ്ടാണെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഇതൊക്കെ അങ്ങനെ അർത്ഥം വെച്ച് ഒപ്പിക്കാൻ വേണമെങ്കിൽ ഞാൻ നബി പഠിപ്പിച്ച മാതൃക ജീവിതത്തിൽ പാലിച്ചിട്ടാണല്ലോ നരകത്തിൽ രക്ഷപ്പെടുന്നത് എന്നാണോ? നബിയുടെ തർക്കമില്ല, നബി അങ്ങനെ പറഞ്ഞാൽ മതി. അതേസമയം അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇത് നബിയോട് ശരിയായ ഇസ്തിഗാസ ഉൾക്കൊള്ളുന്ന നാരിയ സ്വലാത്ത് എന്ന് തന്നെ അതിൻ്റെ ആളുകൾ എഴുതി വെച്ചു. മാത്രവുമല്ല, രാവിലെ 13 വർഷം ചെല്ലിയാൽ ആകാശഭൂമി റിസ്ക് കൊടുക്കുമെന്ന് പറഞ്ഞു, ബുദ്ധിമുട്ട് ഒഴിവാകുമെന്ന് പറഞ്ഞു, എല്ലാ അസീറും സാധ്യമായി വരും എന്ന് പറഞ്ഞു. അവിടെ നബിയിലേക്ക് അതിനെ ചേർത്തുന്നു. ഇത് കേട്ടിട്ട് പറയും. കേൾക്കാള് മര്യാദ പണ്ടൊക്കെ ഒരട്ടം പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ് പിന്നെ പറയണത്. അപ്പം മനസ്സിലായി ഇപ്പോൾ ചോദിക്കൂലല്ലോ. അപ്പം അതുകൊണ്ട് കേൾക്കാളൊരു മര്യാദ വേണ്ടേ? നിങ്ങൾ ചോദിച്ചു, അത് കഴിഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞു, നിങ്ങൾ കേൾക്കി. അപ്പം ഇവിടെ കെട്ടിക്കുടുക്കഴിയലും ആഗ്രഹം സഫലീകൃതമാവലും ആവശ്യങ്ങൾ പൂർത്തിയാകലും ഒക്കെ നബിയിലേക്ക് ചേർത്തുന്നു, നബി മുഖേന, അല്ലെങ്കിൽ നബിയെ കൊണ്ട്. അതാ തൻഹലു ബിഹി എന്ന് പറഞ്ഞത്. ആ ബിഹിക്ക് എന്തർത്ഥം വെക്കാം? ഒരാൾക്ക് നബിയെ കൊണ്ട്, എന്തുകൊണ്ട്? നബിന്റെ സഹായം കൊണ്ട് എന്നർത്ഥം വെക്കാം, നബി ഇടപെട്ട് കൊണ്ട് എന്നർത്ഥം വെക്കാം, ഞാൻ നബിനെ ഹക്കജാബർക്ക് അർത്ഥം വെക്കാം, എങ്ങനെ അർത്ഥം വെക്കാം? പക്ഷെ ചൊല്ലുന്നവർ പറയുന്നു നബിയോടുള്ള ശരിയായ ഇസ്തിഗാസ ഉൾക്കൊള്ളുന്ന നാരിയ സ്വലാത്താണ് എന്ന് പറയുന്നു. മാത്രമേ ചൊല്ലുന്ന ആള് വിശ്വാസം എന്താ? നബി നമ്മളെ കാണുന്നതാണല്ലോ, നബി നമ്മളെ കാണും, നബി നമ്മളെ ശബ്ദം കേൾക്കും, നബി നമ്മളെ സദസ്സ് കാണും, നബി അവിടെ ഹാജരാകും, നബി പ്രശ്നം തീർക്കും എന്ന് തന്നെയാണല്ലോ ഈ സമുദായത്തിലെ വിശ്വാസം. നാരിയ സ്വലാത്ത് ചൊല്ലുന്ന സമസ്തക്കാരുടെ വിശ്വാസം എന്താ? അള്ളാഹിന്റെ റസൂലും ശേഷമുള്ള മറ്റു മഹാന്മാരുമൊക്കെ നമ്മളെ കാണുന്നു, നമ്മളെ കേൾക്കുന്നു, നമ്മുടെ സംസാരം കേൾക്കുന്നു, നമ്മുടെ സദസ്സ് കാണുന്നു, ഇടപെടുന്നു, ഹാജരാകുന്നു, അവിടെ നബിയുടെ പ്രശ്നങ്ങൾ തീർക്കുന്നു, പരിഹരിക്കുന്നു എന്ന് തന്നെയാണല്ലോ വിശ്വാസം. ആ വിശ്വാസമുള്ളവനായി ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ അത് ആ നിലക്ക് റബ്ബിൽ നിന്ന് കിട്ടേണ്ടത് നബിയിലേക്ക് ചാർത്തലാണ്, അത് ശിർക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ആവശ്യം പൂർത്തിയാക്കും എന്ന് പറഞ്ഞത് ശിർക്കാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് കെട്ടുകൾ അഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത് ശിർക്കാണോ? അഴിഞ്ഞിട്ടുണ്ട് അല്ല, അഴിയുന്നു പറഞ്ഞത് ശിർക്കാണോ? രാവിലെ ചെല്ലിയാൽ 11 വട്ടം ചെല്ലിയ ശിർക്കാവും, വിദേത്താവും. അത് വിദേത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ആവശ്യം പൂർത്തിയാവും എന്നാണ് ശിർക്ക്. അതെവിടെയുള്ളത്? അത് ശിർക്കാണെന്ന് ഏത് ഖുർആനിലെ ഹദീസിലുള്ളത്? പറഞ്ഞതൊക്കെ ഏത്? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ആവശ്യം പൂർത്തിയാകും എന്നൊരാൾ പറഞ്ഞാൽ അത് ശിർക്കാണെന്ന് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ? നിങ്ങൾ പറഞ്ഞ വാക്ക് ഖുർആനിലുണ്ടാവില്ല. ഖുർആൻ അല്ലാണല്ലോ, ഞാനുങ്ങളൊന്നുമല്ല. പക്ഷേ അള്ളാഹുവാണ് ആവശ്യം പൂർത്തീകരിക്കുന്നവൻ, അള്ളാഹുവാണ് ഉപകാരം ചെയ്യുന്നവൻ, അള്ളാഹുവാണ് പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നവൻ, അള്ളാഹു അല്ലാത്ത ഒരാളും ചെയ്യില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. നമ്മളൊക്കെ പ്രതീക്ഷ നമുക്ക്
നമ്മളൊക്കെ ഇന്ന് നിസ്കാരം കഴിഞ്ഞപ്പോൾ പറഞ്ഞ എന്താ? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത. അല്ലാഹു നീ തന്നാൽ തടയാൻ ഒരാളില്ല, നീ തടഞ്ഞാൽ തരാൻ ഒരാളില്ല. അപ്പൊ തരുന്നവൻ അല്ലാഹ്, തടയുന്നവൻ അല്ലാഹ്, നൽകുന്നവൻ അല്ലാഹ്, എല്ലാം സാധിപ്പിക്കുന്നവൻ അല്ലാഹ്, ആഗ്രഹം പൂർത്തിയാക്കുന്നവൻ അല്ലാഹ്, രോഗം ശമിപ്പിക്കുന്നവൻ അല്ലാഹ്. ലാ ശിഫാ ഇല്ലാ ശിഫാഉക്, നിന്റെ ശിഫയല്ലാതെ മറ്റൊരു ശിഫ ഇല്ല. അപ്പൊ ശിഫ നൽകുന്നവൻ അല്ലാഹ്. അള്ളയാണ് ഷാഫി, അള്ളയാണ് നാഫിഅ്, അള്ളയാണ് ഉപകാരം ചെയ്യുന്നവൻ, അള്ളാഹുവാണ് പ്രയാസം നൽകുന്നവൻ. അതുകൊണ്ട് അതൊക്കെ റബ്ബല്ലാത്ത വേറെ ആളെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് റബ്ബല്ലാത്തത് പ്രതീക്ഷിക്കലായി മാറി. അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് അള്ളാഹു അല്ലാത്തവരിൽ പ്രതീക്ഷിക്കലായി മാറി. അതിനെയാണ് പ്രമാണങ്ങൾ ശിർക്ക് എന്ന് പരിചയപ്പെടുത്തിയത്. അത് നബിയാവട്ടെ, വലിയാവട്ടെ, ജിന്നാവട്ടെ, മലക്കാവട്ടെ, ഏത് സൃഷ്ടിയാവട്ടെ, റബ്ബിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് റബ്ബല്ലാത്തവരിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ അതിനാ ശിർക്ക് എന്ന് പറയാം. അതുകൊണ്ടാണ് വാള് തൂക്കാൻ മരം വേണം എന്ന് പറഞ്ഞപ്പോൾ നബി എന്ത് പറഞ്ഞു? ഇലാഹ് വേണം എന്ന് പറയും പോലെയാണ്. വാള് തൂക്കാൻ, എന്തിനു വാള് തൂക്കാൻ? ക്ഷീണിച്ചു കഴിഞ്ഞപ്പോൾ തൂക്കാനല്ല. പിന്നെ അവർക്കെല്ലാം വാള് തൂക്കാൻ മരമുള്ളത് പോലെ നബിയെ നമുക്കും ഒരു മരം, ആ മരത്തുമ വാള് തൂക്കിയിട്ട് ആ വാളെടുത്ത് യുദ്ധം ചെയ്യാൻ പോയാൽ ഒരു പ്രത്യേകമായ വിജയം ഉണ്ടാകും എന്ന ധാരണ പ്രകാരം ഒരു മരം വേണം നബിയെ എന്ന് പറഞ്ഞപ്പോൾ നബി എന്താ പറഞ്ഞത്? ഇത് ഇലാഹ് വേണമെന്ന് ചോദിക്കും പോലെയാണ്. ഇമാം തുർമുദി ഉദ്ധരിച്ചതാണ്. നബിയോട് സ്വഹാബി പറഞ്ഞു, നബിയെ മാഷാ അല്ലാഹു വശിഅ്ത, നബിയെ അല്ലാഹുവും നിങ്ങളും ഉദ്ദേശിച്ചതാണ് ഉണ്ടാവുക. നബി എന്താ പറഞ്ഞത്? അജഅൽതനി ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക്, നിന്നെ പടച്ച റബ്ബിനോട് നീ എന്നെ തുല്യമാക്കുകയാണോ? അതാ ശിർക്ക്. എന്നെ സൃഷ്ടിച്ച റബ്ബിനോട് നീ എന്നെ തുല്യമാക്കുകയാണോ എന്നാണ് നബി തങ്ങളുടെ മറുപടി. അതുകൊണ്ട് ആ ആശയം എവിടൊക്കെ വന്നോ അതൊക്കെ ശിർക്കാണ്. അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ടത്, റബ്ബിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്, റബ്ബിന് അവകാശപ്പെട്ടത് റബ്ബല്ലാത്ത ആരിൽ നിന്ന് പ്രതീക്ഷിച്ചാലും ആർക്ക് വകവെച്ച് കൊടുത്താലും അതൊക്കെ ശിർക്കാണ്, റബ്ബിൽ പങ്കുചേർക്കലാണ്. اللهم لا مانع لما أعطيت ولا معطي لما منعت ولا راد لما قضيت ولا مبدل لما حكمت ولا ينفع ذا الجد منك الجد എന്ന് വിശ്വസിക്കുന്ന ഒരു സുന്നിയായ ഒരു മുസ്ലിമായ മനുഷ്യൻ നാരിയത്ത് സ്വലാത്തി അല്ലാതെ എങ്ങനെ ശിർക്കാവണേ? അത് വിശ്വസിക്കുന്ന ഒരാൾ നാരിയത്ത് ചൊല്ലൂല, അത് വിശ്വസിക്കാത്ത ചൊല്ലണത്. അത് എങ്ങനെ ശിർക്കാവണമെന്ന് എന്റെ ചോദ്യം. അല്ല, അത് വിശ്വസിക്കുന്ന ഒരുത്തും ഗുരുവായൂർ പോയി ശിർക്കാവോ? അത് വിശ്വസിക്കുന്ന ഒരാൾ ഗുരുവായൂർ പോവാ എങ്ങനെ? അതന്നെ ഞാൻ പറഞ്ഞത്. അത് വിശ്വസിക്കുന്ന ഒരുത്തും ഗുരുവായൂർക്ക് പോകില്ല, അത് വിശ്വസിക്കുന്ന ഒരുത്തും നാരിയത്തും ചൊല്ലൂല. അതാ വ്യത്യാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ആവശ്യങ്ങൾ പൂർത്തിയാക്കപ്പെടുന്നുണ്ട്, ആവശ്യങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ആയിട്ടുണ്ട്, അത് ശരിയാണ്. ആയിട്ടുണ്ട്, ശരിയാണ്. ആകുന്നുണ്ട് പറയാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ വളച്ചു കൊടുത്തൊരു കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനോട് ചോദിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കണം നാരിയത്ത് സ്വലാത്തിൽ എന്ന്. അങ്ങനെയല്ല, അത് ആദ്യം നമ്മൾ തുടക്കത്തിലും പറഞ്ഞു. അള്ളാഹ്ക്ക് കൊടുക്കണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് നാരിയത്ത് സ്വലാത്തിൽ കൊടുക്കുന്നുണ്ട് എന്ന്. അതിന്റെ അർത്ഥം വെച്ച് കൊടുക്കും ജനങ്ങൾക്ക്. അതിനെവിടെ അള്ളാഹ്ക്ക് കൊടുക്കണ എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കണം. അള്ളാഹിനെ കൊണ്ട് നമ്മൾ ചോദിക്കലുണ്ടോ? അതുകൊണ്ട് ഉണ്ടോ? അഊദു ബില്ലാഹ് എന്ന് പറയില്ലേ? അള്ളാഹിനെ കൊണ്ട് അഊദു ബില്ലാഹ്. എന്താ അഊദു ബില്ലാഹി? അതേ അള്ളാഹുവിനോട് എന്നാണ് അവിടെ. അപ്പൊ ഇവിടെ കൊണ്ട് എന്നല്ല, അപ്പൊ തൻഹല്ലു ബിഹി അവിടെ അള്ളാഹുവിനോട് എന്നാണ്. സുഹൃത്ത് ജനങ്ങളെ പൊട്ടനാക്കുക. സുഹൃത്തുക്കൾ ഇരിക്കും. അതന്നെയാണല്ലോ. ഒന്നുകിൽ നിങ്ങൾ പള്ളി ഞാൻ പറയട്ടെ, എന്നാ പറഞ്ഞോളി. അഊദു ബില്ലാഹി എന്ന് പറഞ്ഞ അർത്ഥം അള്ളാഹിനെ കൊണ്ട് ഞാൻ അള്ളാഹിനോട് കാവലിൽ ചോദിക്കുന്നു. അള്ളാഹുവിനെ കൊണ്ട് ഞാൻ അള്ളാഹിനോട് കാവലിൽ ചോദിക്കുക. എന്താണത്? നിങ്ങൾ എന്തീ പറയുന്നത്? അഊദു ബില്ലാഹി എന്ന് പറഞ്ഞ അള്ളാഹുവിനെ കൊണ്ട് അള്ളാഹുവിനോട് ഞാൻ കാവലിൽ ചോദിക്കുക. അള്ളാഹുവിനോട് ഞാൻ കാവലിൽ ചോദിക്കുന്നതാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആവശ്യം പൂർത്തിയാക്കപ്പെടും. ആരാണ് പൂർത്തിയാക്കി തരുന്നത്? അള്ളാഹു. അതാണ്. അപ്പൊ നിങ്ങൾ ശിർക്കുണ്ട് എന്ന് പറഞ്ഞ ഈ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഈ ഏർപ്പാട് നിർത്തണം. അത് ലബ്ബാ മൗലവി പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ നേരത്തെ ആൾ പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടൊന്നുമില്ല. പക്ഷെ ഇവിടെ പറഞ്ഞല്ലോ, ലബ്ബാ മൗലവിയും പറഞ്ഞിട്ടുണ്ട്, സക്കരിയ സ്വലായും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ പാച്ചില് അത് തെറ്റാണ്, അത് നിങ്ങൾ പിൻവലിക്കണം. അത്രയും എനിക്ക് പറയാൻ തീരുമാനിക്കാൻ പിൻവലിക്കണോ വേണ്ടെന്നുള്ളത്. അപ്പൊ ഇവിടെ വിഷയം എന്താ? ഞാൻ പറഞ്ഞു, നാരിയ സ്വലാത്ത് ചൊല്ലുന്ന മനുഷ്യന്മാർ അസു തന്നെ ശിർക്കാണ്. പോലെ അസുല വിശ്വാസം തന്നെ ശിർക്കാണ്. കാരണം നിങ്ങൾ നാരിയ സ്വലാത്ത് വിശ്വസിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും വിശ്വസിക്കുന്നത് എന്താ? അള്ളാഹുവിന്റെ റസൂല് നമ്മളെ കാണുന്നുണ്ട്, നമ്മളെ ശബ്ദം കേൾക്കുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്, വിളിച്ചാൽ ഹാജരാകും, പ്രശ്നം പരിഹരിക്കും എന്ന വിശ്വാസങ്ങൾക്കില്ലേ? അതന്നെ ശിർക്ക്. അത് തന്നെ ശിർക്ക്. ഇനി നാരിയ സ്വലാത്ത് ചൊല്ലിയില്ലെങ്കിൽ ശിർക്ക് തന്നെയാണ്. നിങ്ങൾ ചൊല്ലിയിട്ടില്ല വിചാരിക്കുക, എന്നാലും ശിർക്ക് തന്നെയാണ്. നിങ്ങൾ ചിലപ്പോൾ നിസ്കരിച്ചാലും ശിർക്കായി മാറും. കാരണം എന്താ അറിയോ? നിസ്കരിച്ചപ്പോൾ റസൂല് കാണേണ്ട വിശ്വാസം, ഈ നിസ്കാരം റസൂല് കാണേണ്ട വിശ്വസിച്ചിട്ടാണെങ്കിൽ ആ നിസ്കാരം ശിർക്കായി മാറും. അത് ചെയ്യുന്ന സംഗതിയിൽ തന്നെ ശിർക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. അസുലനെ പഴച്ചവിടെ. അള്ളാഹിന്റെ റസൂല് ലോകത്തെ എവിടുന്നും വിളിച്ചാൽ കാണും, കേൾക്കും, അറിയും, ഇടപെടും, സഹായിക്കും, പ്രയാസം നീക്കിത്തരുമെന്ന വിശ്വാസമാണ് സമസ്തന്റെ അസുലനെ. ആ വിശ്വാസം ഇല്ലാന്ന് പറഞ്ഞാൽ സമസ്ത പൊളിഞ്ഞു.
അപ്പോൾ ആ വിശ്വാസമുള്ള രണ്ടരക്കത്ത് നിസ്കരിച്ചു ചരിക്കുക ശിർക്കായി മാറും. ചിലപ്പോൾ ഖുർആൻ ഓതി ചരിക്കുക ശിർക്കായി മാറും. റബീഉൽ അവ്വൽ ഖുർആൻ ഓതുണ്ട് നബിദിനാഘോഷത്തിന്, അതുവരെ ചെറുപ്പം ശിർക്കായി മാറും. എന്താ ഈ ഖുർആനൊത്ത് റസൂൽ മദീനത്തിന് കേൾക്കിടുന്ന ചില മനുഷ്യന്മാരുടെ വിശ്വാസം. ഞങ്ങളുടെ നാട്ടിൽ മുതൽ കഴിഞ്ഞ വഴുതറന്നതാണ്. നമ്മൾ റബീഉൽ അവ്വൽ സദസ്സ് റസൂലാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഞങ്ങളുടെ നാട്ടിൽ വഴുതറന്നതാണ്. അപ്പോൾ ആ അസുലാണുള്ളത്. ആ അസുല ഇരിക്കും. ആ അസുല പ്രകാരം ഈ നാരിയാ സ്വലാത്ത് ചൊല്ലുന്ന വിശ്വാസം ഓല് പറഞ്ഞു. നബിയോടുള്ള സാക്ഷാൽ ഇസ്തിഗാസ ഉൾക്കൊള്ളുന്ന നാരിയാ സ്വലാത്ത് എന്ന് അവർ തന്നെ പറഞ്ഞു വെച്ചു. പിന്നെ ഞാൻ വേറെ വേക്കാനത്തേക്ക് പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ അവിടെ പ്രയാസം ദൂരീകരിക്കാൻ നബിയെ കൊണ്ട് എന്താണ്? നബിയുടെ സഹായം കൊണ്ട്, നബിയുടെ ഇടപെടൽ കൊണ്ട് പഴയ സ്വഹാബിയാക്ക് അന്ന് ആവശ്യം പൂർത്തിയായിട്ടില്ലുണ്ട്. അതെങ്ങനെ നബി ദുആ ചെയ്തു, അവർക്ക് ശരിയായി കിട്ടി. നബി തടവി, രോഗം സുഖമായിട്ടുണ്ട്. നബിയുടെ തുപ്പുനീരെടുത്ത് പുരട്ടി, രോഗം സുഖമായിട്ടുണ്ട്. അത് കഴിഞ്ഞു പോയിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ ഇപ്പൊ നബിയെ കൊണ്ട് നമ്മുടെ രോഗം സുഖമാകുമോ? ഇല്ല. ഇപ്പൊ നബിയെ കൊണ്ട് ആഗ്രഹം സഫലീകൃതമാകുമോ? ഇല്ല. ഇപ്പൊ നബിയെ കൊണ്ട് ആവശ്യങ്ങൾ പൂർത്തിയാകുമോ? ഇല്ല. ഇപ്പൊ ആവശ്യം പൂർത്തിയാക്കുന്നവൻ അള്ളയാണ്. അത് റബ്ബിനെ കൊണ്ടാണ്, റബ്ബ് മുഖേനയാണ്, റബ്ബ് കാരണമായിട്ടാണ്, റബ്ബിന്റെ ഇടപെടൽ കൊണ്ടാണ്, റബ്ബിന്റെ സഹായം കൊണ്ടാണ് അതൊക്കെ ലഭിക്കുന്നത്. അതേ സമയത്ത് നബിയെ കൊണ്ടാണ് ബുദ്ധിമുട്ട് ഒഴിവാകുക, നബിയെ കൊണ്ടാണ് കട്ടപ്പാട് തീരുക, നബിയെ കൊണ്ട് ആഗ്രഹം സഫലീകൃതമാവുക എന്ന് പറഞ്ഞാൽ അത് റബ്ബിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നബിക്ക് വകച്ചു കൊടുക്കലാണ്. അത് ജനങ്ങൾ വിഡ്ഢിയാക്കിയല്ല, വിഡ്ഢികളാവരുത് ഞങ്ങൾ പഠിപ്പിക്കാനാണ് ചെയ്യണത്. വിഡ്ഢിയാക്കുന്ന പരിപാടി നിർത്തിയിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നത്. ഇനി നിങ്ങൾ വിഡ്ഢി ആകരുത് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന പണി എപ്പോൾ ചെയ്യണത്. അതുകൊണ്ട് ആ തരത്തിലേക്കാണ് ഇപ്പോൾ സമൂഹത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ സമസ്തക്കരായ ആളുകൾ നാല് ദിവസത്തെ ചൊല്ലട്ടെ ചൊല്ലാതെക്കട്ടെ, ഓല് ചെല്ലാലും ചെല്ലില്ലെങ്കിലും ഓല അസുല് തന്നെ ശിർക്കിന് വിശ്വാസമാണ്. അതിന് കൂടെ നാടിയാസ്വാദത്തിൽ ശിർക്കുമുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിന് ശിർക്കില്ല എന്ന് ആര് പറഞ്ഞു? മറ്റോ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ലബ്ബാദാരിമീൻ സക്രിയാസുലായും പറഞ്ഞ് ഫുള്ള് സ്വീകരിക്കുന്നു തോന്നിപ്പോവും പറച്ചിലിട്ടാൽ. അത് സ്വീകരിക്കുകയാണെങ്കിലും റബ്ബല്ലാത്തോട് പ്രാർത്ഥിക്കുമല്ലോ, അത് നിർത്തുമല്ലോ. റബ്ബല്ലാത്തോട് പ്രാർത്ഥിക്ക് നിർത്തുമല്ലോ. അപ്പോൾ ഏതായിരുന്നാലും ശരി, നമ്മൾ ആത്മാർത്ഥമായി ദീന് നിലയ്ക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത് അവസാനിപ്പിച്ച് റബ്ബിലേക്ക് റസൂൽ പഠിപ്പിച്ച ഒരുപാട് സ്വലാത്തുണ്ടല്ലോ. അവിടെ ഈ കൊണ്ടും മുഖേന ഒന്നുമില്ല. നബി പഠിപ്പിച്ച ഒരുപാട് സ്വലാത്ത്, ആ സ്വലാത്തിലൊന്നും കൊണ്ടുമില്ല, മുഖേനയില്ല, അങ്ങനത്തെ ഒന്നുമില്ല. നേർക്ക് നേരെ റബ്ബിനോട് തേട്ടമേ ഉള്ളൂ. പോലീസിനെ നമ്മൾ നിർത്താൻ ആവശ്യപ്പെടുന്നതാണ്. ആയിക്കോട്ടെ, അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ആ സ്വലാത്തിലെവിടെയും നബിതങ്ങൾ പഠിപ്പിച്ച സ്വലാത്തിലെവിടെയും എന്താ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, പഠിച്ചോലെ മുഹമ്മദ് നബിക്ക് നീ ഗുണം ചെയ്യണേ എന്നാണ് പറയുന്നത്. ബാരിക് അലാ മുഹമ്മദ്, മുഹമ്മദ് നബിക്ക് നീ ബർക്കത്ത് ചെയ്യണേ എന്നാണ് നബി പഠിപ്പിച്ച സ്വലാത്തിലൊക്കെ ഉള്ളത്. അല്ലാതെ അവിടെ ഒന്നും ഈ കൊണ്ടുമില്ല, അതേപോലെ കാരണമായിട്ടും മുഖേനയും ഒന്നുമില്ല. പിന്നെ ഉണ്ടാക്കിയപ്പോഴാണ് അതൊക്കെ കയറി വന്നത്. അതുകൊണ്ട് അത് ശരിയല്ല, അത് ഒഴിവാക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്.